ഭരണം മാറിയിട്ടും സർക്കാർ ആശുപത്രികളിലെ അനാസ്ഥയ്ക്ക് മാത്രം അറുതിയില്ല. സ്വന്തം കെട്ടിടത്തിലേക്ക് മാറിയെങ്കിലും ആലപ്പുഴ ഡെന്റൽ കോളേജിൽ വാങ്ങിയ 60 ലക്ഷം രൂപയുടെ അത്യാധുനിക നിലവാരമുള്ള മെഷീന്റെ പ്രവർത്തനം ഇതുവരെ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനു പുറമെ ഡോക്ടർമാർ കാണിക്കുന്ന അനാസ്ഥയിൽ ജനങ്ങൾ വലയുകയാണ്. ദിനംപ്രതി നിരവധി പരാതികളാണ് ആലപ്പുഴയിലെ ഈ ഡെന്റൽ കോളേജിൽ നിന്നുയരുന്നത്. ദിനംപ്രതി നൂറുകണക്കിന് രോഗികളെത്തുന്ന ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതിനാൽ ചികിത്സ വൈകുന്നത് പതിവ് കാഴ്ചയാണ്. സ്കാനിംഗ് മെഷീനുകൾ തകരാറിലായത് മൂലം സ്വകാര്യ സ്കാനിംഗ് സെന്ററുകളിൽ പോയി ഭീമമായ തുക നൽകി പരിശോധിച്ച് ഫലം വാങ്ങേണ്ടി വരുന്ന ഗതികേടിലാണ് രോഗികൾ. എക്സ്റേയുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ഭീമമായ തുക മുടക്കാനില്ലാത്ത സാധാരണക്കാർ ഇവിടെ ചികിത്സ തേടിയാലും അവരുടെ ജീവന് പോലും സുരക്ഷയില്ല എന്നതാണ് യാഥാർത്ഥ്യം. നീർക്കുന്നത്തെ വീട്ടമ്മയ്ക്കുണ്ടായ ദുരനുഭവമാണ് ഇതിൽ അവസാനത്തേത്. ഞങ്ങൾ 8 മണി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് ഒരു 9:30-10 മണിയായപ്പോൾ വിളിച്ച് എൻ്റെ പല്ലെടുക്കാനായിട്ട് കയറി. പക്ഷേ നമ്മൾ അന്ന് എക്സ്റേ എടുത്തപ്പോഴേ ഡോക്ടർ പറഞ്ഞായിരുന്നു, ഇത് ഇച്ചിരി പ്രശ്നമുള്ളതാണ്, അസ്ഥിയുടെ ഇടയ്ക്ക് കയറി ഞരമ്പായിട്ട് ജാമായിരിക്കുവാണ്, ഇത് അസ്ഥി പൊട്ടിച്ച് കീറിയൊക്കെ എടുക്കേണ്ടി വരുന്ന കേസാണെന്ന് അത് പറഞ്ഞ് അവർക്കറിയാവുന്ന. എന്നിട്ട് അവർ കുട്ടികളെ കൊണ്ട് പഠിക്കുന്ന പിള്ളേർക്ക് കൊടുത്തിട്ട് ഒരു 9:30 എന്നെ കയറ്റിയിട്ട് എൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ വന്നവരൊക്കെ എടുത്തിട്ടിട്ട് ഒരു 1:30 കഴിഞ്ഞിട്ടും എൻ്റെ പല്ലെടുത്തിട്ടില്ല. ശക്തമായ വേദന സഹിച്ച് മണിക്കൂറുകൾ കാത്തിരുന്നതിന് പുറമെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള പഠന വസ്തുവായി മാറുകയായിരുന്നു രഹന എന്ന വീട്ടമ്മ. എടുത്ത വഴി പല്ല് ഒടിഞ്ഞു പോയി 2-3 എന്നിട്ടും വേദന എടുക്കുന്നെന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും ഇങ്ങനെ കുത്തികളൊക്കെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. അതിനിടയ്ക്ക് എനിക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്ന കണക്കായി, തലയിറങ്ങുന്ന കണക്കായപ്പോൾ അത് ഞാൻ പറഞ്ഞു. അതിനപ്പോൾ ഇച്ചിരി റെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കിടത്തിയിട്ട് വീണ്ടും അവർ ചെയ്തു. പിന്നെ അത്രയും ഒരു 1:30 കഴിഞ്ഞപ്പോൾ അത്രയും സൈകിട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എൻ്റെ പല്ല് എടുക്കണ്ട, എനിക്ക് ഇത്രയും വേദന എടുക്കാൻ പറ്റുന്നില്ല, ഇവിടുത്തെ എല്ല് പൊട്ടുന്ന പോലെ ആയിരിക്കുവാണ്, എൻ്റെ പല്ലിനെ എടുക്കട്ടെ, ഇത്രയും സമയം ക്ഷമിച്ചില്ലേ, ഇനി പറ്റത്തില്ല എന്നും പറഞ്ഞ് അവിടെ ഇറങ്ങി. വേദനയ്ക്ക് നൽകിയ ഇഞ്ചക്ഷൻ പോലും ശരിയായ നിലയിൽ പ്രവർത്തിച്ചില്ല. ഒടുവിൽ എടുക്കാൻ വന്ന പല്ലൊടിഞ്ഞ വേദന കടുത്തതോടെ ഇവർ ചികിത്സ ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു. ഡോക്ടർമാരുണ്ടായിരുന്നു, 3 പേരവിടെ ഉണ്ടായിരുന്നിട്ട് അവരാരും ഒന്നും വന്ന് നോക്കില്ല. എന്നാൽ അവർക്ക് അറിയാവുന്ന കാര്യമാണ്, ഇതിങ്ങനെ കുഴപ്പമുള്ള കേസാണ്, അവരാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. എന്നിട്ട് അവർ അത് നോക്കാതെ കൊണ്ട് നമ്മളായിട്ട് കഷ്ടപ്പെടുത്തിയിട്ട് പകുതി പറിച്ച് വെച്ചിട്ട് ചോര വന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് പകുതി പറിച്ച് വെച്ച രീതിയിലാക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് പോന്നു വെച്ച്. പിന്നെ നമ്മൾ പൈസ ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ സർക്കാർ ആശുപത്രിയിലേക്ക് ചെല്ലുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ വേദന സഹിക്കുമായാൽ പിന്നെ നമ്മൾ പ്രൈവറ്റിൽ പോയി എടുത്ത് പൈസ കൊടുത്ത് എടുക്കേണ്ടി വന്നു. പണമില്ലാത്തതിന്റെ പേരിൽ സർക്കാർ ആശുപത്രികളെ സമീപിക്കേണ്ടി വരുന്ന സാധാരണക്കാരന്റെ ഗതികേടിന് പകരം നൽകേണ്ടി വരുന്നത് അവരുടെ വിലപ്പെട്ട ജീവൻ തന്നെയോ? മറുപടി പറയേണ്ടത് ഉത്തരവാദിത്വ ബോധമില്ലാതെ ഭരണം കൈയാളുന്നവരാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ.